വെൽക്കം ബാക്ക് ടു PSC പീഡിക. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തെ 5ാമത്തെ ക്ലാസ്സാണിത്. ബാക്കി 4 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നുള്ളതാണ്. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മൗസിൻറാമിലാണ്. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനൊരു മ്യൂസിയം വരുന്നതെന്ന് ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, 2025 അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ പ്രമേയമാണ്. 2025 അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ പ്രമേയം 1 മൂൺ 1 വിഷൻ 1 ഫ്യൂച്ചർ എന്നുള്ളതാണ്. എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്ര ദിവസമായിട്ട് ആചരിക്കുന്നത്. 2025 അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ പ്രമേയം 1 മൂൺ 1 വിഷൻ 1 ഫ്യൂച്ചർ എന്നുള്ളതാണ്. ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. അടുത്ത പോയിന്റ്, 2025 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. 2025 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വ്യാപകമായി കൈക്കൂലി വർദ്ധിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് ഈ പരിശോധന നടത്തിയത്. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, 2022 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയായിരുന്നു ഓപ്പറേഷൻ ജാസൂസ്. 2022 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയായിരുന്നു ഓപ്പറേഷൻ ജാസൂസ്. ഇപ്പോൾ 2025 വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. നെക്സ്റ്റ്, KK സന്തോഷ് പകർത്തിയ MD വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ് MD കാലത്തിൻ്റെ കാൽപ്പാടുകൾ. MD കാലത്തിൻ്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകം KK സന്തോഷ് പകർത്തിയ MD വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ്. നമുക്കറിയാം, MD വാസുദേവൻ നായർ അന്തരിച്ച 2024 ഡിസംബർ 25 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത്, ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര. അപ്പോൾ ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന, പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്രയാണ്. അടുത്തത്, 2025 MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2025 MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതും NS മാധവനാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. 2025 സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻഖർ. കാലാവധി പൂർത്തിയാകാതെ സ്ഥാനമൊഴിയുന്ന 3ാമത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. രാജസ്ഥാൻ സ്വദേശിയായിരുന്നു. അദ്ദേഹം സ്ഥാനമേറ്റത് 2022 അപ്പോൾ 2025 സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു. കാലാവധി പൂർത്തിയാക്കാതെ സ്ഥാനമൊഴിയുന്ന 3ാമത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. രാജസ്ഥാൻ സ്വദേശിയായിരുന്നു. അദ്ദേഹം സ്ഥാനമേറ്റത് 2022 അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് പോയിന്റ്, ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200-ൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ബീഹാറാണ്. ഈ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതും ജാതി സെൻസസ് ആദ്യം നടപ്പിലാക്കിയതും ബീഹാറാണെന്ന് കൂടി ഓർക്കുക. അപ്പം ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200-ൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ബീഹാറാണ്. അടുത്തത്, 2025 മാലിദ്വീപിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുഖ്യ അതിഥി നരേന്ദ്രമോദിയായിരുന്നു. 2025 മാലിദ്വീപ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുഖ്യ അതിഥി നരേന്ദ്രമോദിയായിരുന്നു. മാലിദ്വീപിൻ്റെ 60ാമത് സ്വാതന്ത്ര്യദിനമാണ് 2025 നടന്നത്. അപ്പോൾ 2025 മാലിദ്വീപ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുഖ്യ അതിഥി നരേന്ദ്രമോദിയായിരുന്നു. നെക്സ്റ്റ്, 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കയാണ്. അമേരിക്ക 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയിരുന്നു. ഇപ്പോൾ 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അടുത്തത്, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തിശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്.
സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ വേണ്ടി ശക്തിശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക, ശക്തിശ്രീ എന്നാണ്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുക. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ശക്തിശ്രീ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിലാണ് ഇത് നിലവിൽ വരുന്നത്. തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായുള്ള 2 സംസ്ഥാനങ്ങളാണ് കേരളവും അരുണാചൽ പ്രദേശും. ഇനി ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണെന്നുള്ളത് മാറിപ്പോകാതെ ഓർത്തിരിക്കുക. അടുത്തത്, അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമമാണ് ജീനിയസ് ആക്ട്. അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമം ജീനിയസ് ആക്ട് ആണ്. ജീനിയസിൻ്റെ പൂർണ്ണരൂപം ദ ഗൈഡിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ ഇന്നോവേഷൻ ഫോർ US സ്റ്റേബിൾ കോയിൻസ് എന്നതാണ്. അപ്പോൾ ജീനിയസ് ആക്ട് അടുത്തിടെ പാസ്സാക്കിയ രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ട്രംപാണ് സൈൻ ചെയ്തത്. നെക്സ്റ്റ്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലമാണെന്ന് ഓർത്തു വെക്കുക. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 4077 ദിവസമാണ് തുടർച്ചയായി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. ഈ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. ഇനി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 6130 ദിവസമാണ് ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരുന്നത്. ഇപ്പോൾ 2ാം സ്ഥാനത്ത് നരേന്ദ്രമോദി, 3ാം സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി, 4ാം സ്ഥാനം മൻമോഹൻ സിംഗിനുമാണ്. അപ്പോൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി, 3ാം സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി, 4ാം സ്ഥാനത്ത് മൻമോഹൻ സിംഗ്. ഇനി നരേന്ദ്രമോദി 2014, 2019, 2024 എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതെന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ജൂലൈ മാസത്തെ 20 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് 5 പാർട്ടുകളായി ഇപ്പോൾ ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്